എന്താണ് ആചാരം, എന്താണ് അനാചാരം, എന്താണ് ദുരാചാരം? വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം ഇത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവനവൻ ആചരിക്കുന്നതൊക്കെ അവനവന് സന്തോഷമായിട്ടാണ് തോന്നുക. കാരണം ഇതിനകത്ത് ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു വലിയ ബാക്കിംഗ് വരുമ്പോൾ അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു യാത്രയാണ്. ഒരു പ്രദേശത്ത് ഒരു മന്ത്രവാദി ജീവിച്ചിരുന്നു. അപ്പോൾ അയാളെ അയാൾ കാണാൻ ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും വരും. അപ്പോൾ ആ പുള്ളി അതിന് ഈ കളമൊക്കെ വരച്ച് അങ്ങനെയാണ് ഇത് ഇടുക, പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കളം വരയ്ക്കുക എന്നൊക്കെ പറയും, അതിന് പത്മ ഇടുക എന്നൊക്കെ പറയുന്ന പേരുകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു കറുത്ത പൂച്ചയുണ്ട്. ഈ പൂച്ച ഈ കളത്തിൻ്റെ ഇടയിൽ കൂടി ഓടും പലപ്പോഴായിട്ട്. അപ്പോഴൊക്കെ ഇയാൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെളുത്ത ചരട്, കൈ കിട്ടിയ വെളുത്ത ചരടാണ്, അതുകൊണ്ട് ആ വെളുത്ത ചരട് കൊണ്ട് ഈ പൂച്ചയെ കെട്ടിയിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി ചെയ്യുന്നത്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യും. പതുക്കെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായപ്പോൾ ഇതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതും. ലിസ്റ്റ് എഴുതുന്ന സമയത്ത് കറുത്ത പൂച്ച 1, വെളുത്ത ചരട് 1 എന്ന് എഴുതാൻ തുടങ്ങി. കാരണം ഇതൊരു ആചാരമായിട്ട് മാറി. യഥാർത്ഥത്തിൽ അത് ആചാരമല്ല. ആചാരങ്ങൾ എന്ന് പറയുന്നത് അർത്ഥവത്തായിരിക്കണം. എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ ഞാൻ ശുശ്രൂഷിക്കുക, ശ്രദ്ധാപൂർവം ഉപചരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു ആചാരമുണ്ട്. ആ ആചാരം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അല്ല, സാർവജനീനമാണ്. ഒരു യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. സ്വന്തം അച്ഛനെ നോക്കണ്ടേ? അച്ഛന് മരണശേഷത്തെ ഉള്ള ഈ ശ്രാദ്ധകൂട്ടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുക, അവരെ ശുശ്രൂഷിക്കുക, അതൊരു ആചാരമാണ്. അമ്മയെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു ആചാരമാണ്. അപ്പോൾ അത് ആചാരത്തിൻ്റെ ഒരു വിശുദ്ധി അവിടെയാണ് കിടക്കുന്നത്. അതായത് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് സാർവജനീനമാണത്. അതൊരു അമേരിക്കക്കാരനും പോളണ്ടുകാരനും കോഴിക്കോട്ടുകാരനും ഇന്ത്യക്കാരനും ഉക്രൈൻകാരനും റഷ്യൻകാരനും ഒക്കെ അച്ഛനെ നോക്കുക, അമ്മയെ ശുശ്രൂഷിക്കുക എന്നതൊരു ഭാവമാണ്. ആ ഒരു മധുരമുള്ള അനുഭവത്തിനെയാണ് ആചാരം എന്ന് പറയുന്നത്. അതെല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈശ്വരവിശ്വാസം, ഈശ്വരൻ എൻ്റെ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെയാണ്, അപ്പോൾ അങ്ങനെ ഞാൻ കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ആചാരത്തിനൊരു സുഖമുണ്ട്. കാരണം അങ്ങനെയാണ് ഞാനത് കണക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു അച്ഛനെ പോലെ, എൻ്റെ അമ്മയെ പോലെ അങ്ങനെ കാണുന്നത്. അങ്ങനെയാണ് ഭാരതീയരെ കണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾക്ക് എനിക്ക് എൻ്റെ അച്ഛൻ ആണ് ഭഗവാൻ, എൻ്റെ അമ്മയാണ് ഭഗവാൻ എന്ന് സങ്കല്പമൊക്കെ നമുക്കുണ്ടാവും. ഒക്കെ ഭയങ്കര സ്വതന്ത്രമായ രീതിയിലാണല്ലോ നമ്മളുടെ കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ അതാണ് ആചാരം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ തരത്തിലും അതെ. അപ്പോൾ ഒരാൾ സന്ധ്യാവന്ദനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ വ്യക്തിക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഈ ഫ്രസ്ട്രേഷൻ ഓരോ ദിവസവും ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു. ഇത് ആഡ് ഓൺ ആൻഡ് വൺസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബേസ്റ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾ വരും. ഇതിന് നമുക്കൊരു ദിവസവും ഉള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് അത് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ അത് എടുത്ത് കളയുക എന്നുള്ളൊരു പ്രക്രിയയാണ്. അതാണ് വൈദിക സന്ധ്യ. അതൊരു ആചാരമാണ്. വൈദിക സന്ധ്യാവന്ദനം എന്നുള്ളത് ഒരു ആചാരമാണ്. ഇനി അതാണ് നമ്മൾ ആചാരമെങ്കിൽ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഒരു എന്താണ് ദുരാചാരം. എന്താണ് ദുരാചാരം? ദുരാചാരം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്ററെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഒരു ശ്രമം, അത് മന്ത്രവാദത്തിലൂടെയോ ആഭിചാരത്തിലൂടെയോ, അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമുള്ള ഒരാളല്ല, അങ്ങനെ ആഭിചാരത്തിലൂടെയോ അതിലെല്ലാം ഉപരി നിങ്ങൾക്കെതിരായിട്ടുള്ള എൻ്റെ മൗത്ത് വിസ്പറിങ് കൊണ്ടോ, ഇപ്പോൾ കാസ്റ്റ് കോച്ചിങ്, അതിന് ശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു. അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞത്, ആരും ഡയറക്റ്റായ ഒരു കത്തൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഒരു വിലക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതൊരു മന്ത്രണമാണല്ലോ. അതായത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മന്ത്രണമാണ്. ആ മന്ത്രണം കൊണ്ട് എന്താ സംഭവിക്കുക? ഒരാളെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. എന്നെ വേണമെങ്കിൽ കുറേ ആൾക്കാരെടുത്ത് പോയി എന്നെ കുറിച്ച് ദുഷ്പ് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ചാൻസുകൾ ഇല്ലാതാവുന്നു. അതൊരു ഒരു ദുരാചാരമാണ്. ആ ദുരാചാരം നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഇതെന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും. കാരണം ഒരു മോഡസ് ഓപ്പറാൻഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡസ് ഓപ്പറാൻഡി നമ്മളെ മൈൻഡിൻ്റെ ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിം നാളെ എൻ്റെ മകൾക്കെതിരെയോ മകനെതിരെയോ എൻ്റെ സ്പൗസിനെതിരെയോ ഞാൻ ഉപയോഗിക്കാൻ
നിർബന്ധിതനാവുന്നതാണ്. അതാണ് അതിനകത്തുള്ള ദുരാചാരമായി മാറുന്ന കാര്യം. പലപ്പോഴും ആളുകൾ കരുതുന്ന ദുരാചാരം എന്ന് പറഞ്ഞാൽ കേവലം കുറേ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസം താങ്കൾ ചെയ്യുന്നു അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നു എങ്കിൽ എനിക്കത് എന്താണ്, ദുരാചാരമാണ്. അങ്ങനെയല്ല, ആ ദുരാചാരത്തേക്കാൾ ഉപരിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഉപദ്രവങ്ങൾ. അത് വലിയ കോർപ്പറേറ്റ് ലൈഫ് മുതൽ താഴെ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ദുരാചാരം എന്ന് പറയുന്നത്. സദാചാരം, ആചാരം, ദുരാചാരം. സാമാന്യേന നമ്മൾ പ്രവർത്തിച്ചു പോരുന്ന എറ്റിക്വറ്റേഴ്സ് ഉണ്ട്. ആ എറ്റിക്വറ്റേഴ്സ് ആണ് സദാചാരം എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാ ആളുകളിലോടും എങ്ങനെ പെരുമാറണം. അപ്പോൾ ക്യൂ നിൽക്കുന്നത് ഒരു ആചാരമാണ്, ഒരു സദാചാരമാണ്. അപ്പോൾ ഇന്ന് ആളുകൾ പറയുന്നത് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണോ ഈ വസ്ത്രധാരണത്തിലെ സദാചാരം, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. ഇതൊന്നുമല്ല, അതൊന്നും ഒരു പ്രശ്നമേ ഭാരതത്തിലായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വരുന്നവരെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നറിയണമെങ്കിൽ നമുക്ക് തികച്ചും നമ്മളെ ടെമ്പിൾ ആർക്കിടെക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. മാറുമറിക്കാതെ ആളുകൾ നടന്ന രാജ്യമല്ലേ ഇത്. അപ്പോൾ അങ്ങനെയൊന്നും അപ്പോൾ നമ്മൾ കാഴ്ചപ്പാട് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു സ്ത്രീകൾ അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് പീഡനം വരുന്നതെന്ന് പറയുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രാചീന ഭാരതീയത്തിൽ എങ്ങനെയായിരുന്നു? അതൊന്നും ഇവിടെ ഒരു വലിയൊരു കാമസൂത്രം എഴുതിയിട്ടില്ലേ, പിന്നെ വാത്സ്യായനൻ്റെ കാമസൂത്രമില്ലേ. അതൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനുള്ളിലാണത് വരുന്നതെന്നർത്ഥം.